Namaste viewers, welcome back to my new video. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. ബാറ്റ ഇന്ത്യയുടെയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രയുടെ യൂസ് ചെയ്ത് എൻട്രി എക്സിറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻട്രയുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് മേഖലയിൽ തന്നെ കാണാൻ പറ്റും ബാറ്റ ഇന്ത്യ 5 മിനിറ്റ് M5 എന്ന് വെച്ചാൽ മിനിറ്റ് 5 ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 1336. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്നൽസ് ഒക്കെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കൺഫേം സിഗ്നൽ വന്നത് കൺഫേം ആണ്. അതായത് സെല്ല് തന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ഇറങ്ങണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങൾക്ക് ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴത്തെ നമ്പർ കോൺടാക്ട് ചെയ്യുക. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വരാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ കാണിക്കുന്നില്ല, അത് ഡേ സെപ്പറേഷൻ, അതായത് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു ബൈ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗ്രീൻ കളർ ലാപ്പാരോ ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെല്ലുമാണ്. അപ്പോൾ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ്വെയർ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വിത്ത് സൗണ്ടോടുകൂടി നമുക്ക് ഇൻഡിക്കേഷൻ തരാം. ആ അലേർട്ടിനകത്ത് എഴുതി കാണിക്കും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെല്ല് എടുക്കണം, ഡീറ്റെയിൽസ് എഴുതി കാണിക്കും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേഖലയിലെ ഡാഷ്ബോർഡിനകത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സെല്ല് ഈ ഒരു ലാസ്റ്റ് വന്ന സെല്ല് കിട്ടിയത് 1347 ടൈം ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ വരുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ട്രേഡിംഗിൽ ഉണ്ടാകുന്ന ലോസിനെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന മുന്നായിട്ട് അത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു സെൽ സിഗ്നലല്ലേ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ആരോ വന്നതിന് ശേഷം താഴത്തോട്ട് പോയിക്കാൻ ഇവിടെ പ്രൈസ് എന്ന് പറയുന്ന സെൽ സോണിലോട്ട് വരണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ, നമ്മൾ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്യും. സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ ഉള്ളൂ. ആ ബാർ എന്തായിരിക്കണം, റെഡ് ആയിരിക്കണം. അതായത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ വന്നോളും, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് നമ്മൾ എടുക്കുക. ട്രേഡ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏതാ ബ്രോക്കർ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. താഴത്തോട് നോക്കിയാൽ 3 ടാർഗറ്റ് അപ്പം തന്നെ ഡിസ്പ്ലേ വരും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് വരുമ്പോൾ നമുക്ക് എക്സിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ സ്റ്റോപ്പ് ലോസ് വരിക, ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇതൊക്കെ മുന്നിട്ട് ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. ആ ബൈ കൺഫേം ആണ് നിങ്ങൾ തന്നെ നോക്കിയാൽ. നമുക്ക് ബൈ വന്നിട്ട് എൻ്റെ കൺഫർമേഷൻ എന്താണ്, താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണമായിരുന്നു, അത് അല്ലായിരുന്നു. അതാണ് ഇങ്ങനെ കൺഫർമേഷൻ നോക്കി നമുക്ക് ഫേക്ക് സിഗ്നൽസ് അവോയ്ഡ് ചെയ്യാൻ ഒരു പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. 15 വർഷത്തോടെ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് തന്നെ സൈഡ് വേസ് ഉൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്നതും താഴത്തെ ബ്ലൂ സപ്പോർട്ടുമാണ്. ഇത് കൂടാതെ ഇതിനകത്തൊരു സ്കാനർ കൂടെ നമ്മൾ തരുന്നുണ്ട്. ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു സ്കാനർ കൂടെ ഇതിനകത്ത് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് കാണാവുന്നതാണ്.